ഇന്ന് നമുക്ക് അയിലയാണ് കറി വെക്കാൻ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അയിലയൊക്കെ നന്നായിട്ട് മുറിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിലെ പഞ്ഞിയൊക്കെ വേറെയാക്കി തിരിച്ചിട്ടുണ്ട്. അപ്പോൾ വലിയ അയിലയൊന്നുമല്ല, മീഡിയം സൈസ് അയിലയാണ്. പൊരിക്കാനുള്ളത് വേറെ ആക്കിയിട്ടുണ്ട്, അതുപോലെ കറി വെക്കാനുള്ളത് വേറെ മുറിച്ചിട്ടുമുണ്ട്. പൊരിക്കാനുള്ളതിന് ഞാൻ ഉപ്പും മഞ്ഞളും മുളക് പൊടിയും കൂടി കൂട്ടി കലർത്തി നന്നായിട്ട് മിക്സാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് നേരം റെസ്റ്റ് ചെയ്തതിന് ശേഷം പൊരിക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്തേക്ക് വെച്ചു കേട്ടോ. പിന്നെ നമുക്ക് അയില കറിയും ഉണ്ടാക്കിയിട്ടുണ്ട്. അയില മസാല ഇട്ട കറിയാണ് ഉണ്ടാക്കിയത്, മല്ലിപ്പൊടിയൊക്കെ ഇട്ടിട്ട്. അപ്പം നമുക്കിന്ന് ചോറ് വിളമ്പാം. ചോറിനുള്ള വിഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇന്ന് ചോറിൻ്റെ കൂടെ വെജിറ്റബിൾ ഉപ്പേരി ആയിട്ടുള്ളത് കോവയ്ക്ക ഉപ്പേരിയാണ്. കോവയ്ക്ക ഉപ്പേരി ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമാണ്, അതുകൊണ്ട് തന്നെ ഒരുപാട് ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ചെടുത്തു. പിന്നെ അതുപോലെ തന്നെ പച്ചക്കറി കറിയായിട്ട് ഉണ്ടാക്കിയിരുന്നത് മുരിങ്ങാക്കായും പരിപ്പും തക്കാളിയും കൂടെ കൂട്ടിയിട്ട് മുളകിട്ട കറിയാണ് ഉണ്ടാക്കിയത്. മീൻ കറി ഉള്ളതുകൊണ്ട് വേറെ തേങ്ങ അരച്ച കറിയല്ല വെച്ചത്. അപ്പോൾ ആ കറിയുണ്ട്. പിന്നെ നമുക്ക് ഫിഷ് ഫ്രൈ ആയിട്ട് ഇതാ അയില പൊരിച്ചതുണ്ട്. അയില നല്ല ചൂടോടുകൂടി പൊരിച്ചെടുത്തത് പാത്രത്തിലേക്ക് വെക്കാം. പിന്നെ കറിയായിട്ട് ഇതാ നല്ല മല്ലി ഇട്ട് വെച്ച അയിലക്കറി ആട്ടോ. മുളകും മഞ്ഞളും മല്ലിപ്പൊടിയും തക്കാളിയും ഒക്കെ ഇട്ടിട്ട് നല്ല കുടമ്പുളിയൊക്കെ ഇട്ട് വെച്ച കറിയാണ്. നല്ലതാ മീൻ്റെ പഞ്ഞിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് കറി വിളമ്പിയിട്ടുണ്ട്. ഇനി നമുക്ക് ചോറ് കഴിക്കാം. കോവയ്ക്ക ഉപ്പേരിയും അയില പൊരിച്ചതും പിന്നെ അതാ അയില കറിയും, നല്ല അയിലാണ് കേട്ടോ, അയിലക്കറിയും പിന്നെ അതുപോലെ നമ്മുടെ മുരിങ്ങാക്കായ കറി എല്ലാം കൂട്ടിയിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാം. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അതുവരേക്കും ബായ്.